ഹലോ യൂട്യൂബ്സ്, വെൽക്കം ടു ഷിനോപ്പൻ്റെ ലോകം. അതെ, നമ്മൾ ആദ്യം ഒരു വീഡിയോ ഇട്ടായിരുന്നു, പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റായില്ല. വീഡിയോ എന്നെ ചതിച്ചു. എന്നാ ചെയ്യാനാ, സൗണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ ഇച്ചിരി ഒച്ച കൂട്ടി പറയാം. ഇപ്പോൾ മൈക്കില്ലാത്തതുകൊണ്ട് അതേ നിവൃത്തിയുള്ളൂ. അപ്പോൾ ഇന്നൊരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ നമ്മളിന്ന് പുതുപ്പള്ളി പള്ളി വരെ പോവാം. ഇന്നവിടെ കൊടിയേറ്റാ. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം, അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ. ഹലോ, നമ്മളെത്താറായി കേട്ടോ. 5 മിനിറ്റിനുള്ളിൽ നമ്മൾ പള്ളി കയറും. പക്ഷേ ഇനിയുള്ള സൗണ്ടൊന്നും കാണത്തില്ല. അത് ആദ്യം മനസ്സിലേക്ക് വേണം. അവിടെ നല്ല ബഹളമായിരിക്കും. അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമ്മൾ നേരെ പള്ളിയുടെ വാതിൽക്ക് എത്തി. അപ്പോൾ ഈ വാതിൽക്ക് എത്തിയപ്പോൾ കണ്ടോ, കൊടിമര ഘോഷയാത്ര എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടെ ഭയങ്കര രസമായിരിക്കും. ചെണ്ടമേളവും ബഹളവും. ഇനി അങ്ങോട്ട് സൗണ്ടൊന്നും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫോൺ വോയിസ് ചെയ്യുന്നത് കേട്ടോ. എനിക്കാണ് ഒന്നാമത് നല്ല മൈക്കും ഇല്ല. അപ്പോൾ ദേ കണ്ടോ, കൊടിമര ഉയർത്തിക്കൊണ്ടുള്ള വരവ് കണ്ടോ, ആൾക്കാർ കാണിക്കുന്ന പരിപാടി കണ്ടോ. ഇവിടെ ഭക്തജന സാന്ദ്രമാണ്. പുതുപ്പള്ളിക്കാരുടെ മഹോത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ കാണാൻ പോകുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിരിക്കും. ദേ കണ്ടോ, കൊടിമര എടുത്ത് ഉയർത്തുന്നു, ആർപ്പ് വിളിക്കുന്നു. അങ്ങോട്ട് നോക്കിക്ക്, എന്ത് രസമാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് 28/4/2026 ഇന്നാണ് പുതുപ്പള്ളി പുണ്യാളൻ്റെ കൊടിയേറ്റ്. അപ്പം ഇനി മെയ് 5, 6, 7 തീയതികളിലായിരിക്കും ഇവിടെ പെരുന്നാൾ. താളമേളങ്ങൾ കൊണ്ടും വാദ്യഘോഷങ്ങൾ കൊണ്ടും പുതുപ്പള്ളിക്കാർ നാടി തിമിർക്കുകയാണ്. അവരുടെ പുണ്യാളൻ്റെ പെരുന്നാൾ കൊടിയേറ്റം അവർ ശരിക്കും ആഘോഷിക്കുകയാണ്. ചെണ്ടമേളത്തിനൊത്ത് തുള്ളുന്ന കൊച്ചു കൂട്ടുകാരെ കണ്ടില്ലേ, എന്ത് രസമല്ലേ. ഇതുപോലൊക്കെ ചെറുപ്പത്തിൽ നമ്മളും ഒരുപാട് തുള്ളിക്കളിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ഓർമ്മകളാണ്. ഓരോ പള്ളി പെരുന്നാളും അമ്പലത്തിലെ ഉത്സവങ്ങളും ഒക്കെ നമുക്ക് ആഘോഷങ്ങൾ തന്നെയാണ്. നമ്മൾ ഒന്നിച്ചാഘോഷിച്ചു, ജാതി മത ഭേദമന്യേ നമ്മളെല്ലാവരും ഒന്നിച്ചാഘോഷിക്കുന്ന ഇത്തരം ആഘോഷങ്ങളാണ് നമ്മുടെ നാടിന് ആവശ്യം. അങ്ങനെ നമ്മുടെ കൊടിമര ഘോഷയാത്ര പള്ളിയുടെ മുറ്റത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കൊടിമരം വലിയൊരു കൗങ്ങിൻ മരമാണ്. ഇനി ഇത് ഒരു ആശാരി വന്ന് അളന്ന് ചിട്ടപ്പെടുത്തി അതിൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ കൃത്യമായി മുറിച്ച് അലങ്കരിച്ച് നമ്മുടെ പള്ളിയുടെ മുന്നിൽ സ്ഥാപിക്കുന്നതായിരിക്കും. വിശുദ്ധനായ മോർ ഗീവർഗീസ് സഹദായുടെയും വിശുദ്ധനായ മോർ ബഹനാൻ സഹദായുടെയും വിശുദ്ധ കന്യക മറിയാമിന്റെയും മത്തശ്ശിനി മാതാവിന്റെയും മോർ കൂലീത്തിയുടെയും ഇന്ത്യയുടെ കാവൽ പിതാവായ ഈ പടുകൂറ്റൻ കൗങ്ങിൻ മരവുമായി ഭക്തജനങ്ങൾ പള്ളിക്ക് വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വലം വെച്ച് പള്ളിക്ക് മുന്നിൽ വന്നതിന് ശേഷമായിരിക്കും ഇനി ഇതിൻ്റെ അളവെടുക്കലും കാര്യങ്ങളുമൊക്കെ നടക്കുന്നത്. ആശാനും പിള്ളേരും മേളം കൊഴിപ്പിക്കുന്നതിൻ്റെ തിരക്കിലാണ്. ആവേശകരമായ കാഴ്ച.
കൊടിമരം നാട്ടുന്നതിനുള്ള കുഴിയെടുക്കുന്ന ചടങ്ങാണ് കാണുന്നത്. ഈ കുഴിയിലാണ് നമ്മൾ ഇനി കൊടിമരം നാട്ടാൻ പോകുന്നത്. അതെ, നമ്മുടെ ആശാരി വന്നിട്ടുണ്ട്. അളന്ന് മുറിക്കുന്ന ചടങ്ങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിന് ശേഷം ഈ കൊടിമരം നല്ല രീതിയിൽ അലങ്കരിച്ച് ഒരുക്കിയതിന് ശേഷമാണ് താഴെ കണ്ട ആ കുഴിയിലേക്ക് ഇത് നാട്ടി കൊടിമരം ഉയർത്തുന്ന ചടങ്ങ് നടക്കാൻ പോകുന്നത്. നമ്മുടെ കൊടിമരം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് എല്ലാവരും കൂടെ ചേർന്ന് അലങ്കരിച്ച് അടിപൊളിയാക്കി എടുത്തുകൊണ്ട് വരുവാണ്. ഒരുപാട് കരുതലോടെയും സൂക്ഷ്മതയോടെയും ചെയ്യേണ്ട ഒരു ജോലിയാണിത്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല വെയിറ്റ് ഉണ്ടാവും. അതവർ സൂക്ഷിച്ച് ഇത്രയോ അലങ്കരിച്ച് ഈ സാധനം താഴെ വീഴാതെ പൊന്നുപോലെ സൂക്ഷിച്ചാണ് പുണ്യാളൻ്റെ കൊടിമരമായി. അതേ കൊടിമരം പൊക്കി ഉയർത്തുന്നതുണ്ടോ, എന്തോരം സാധനങ്ങൾ വെച്ച് അലങ്കരിച്ചിരിക്കുന്ന നോക്കി. നല്ല ഭംഗിയിൽ അലങ്കരിച്ചാണ് അതിനി സ്ഥാപിക്കാനായിട്ട് ഉണ്ടാകുന്നത്. നമ്മുടെ ആദ്യത്തെ കൊടിമരം ഉയർത്തിക്കൊണ്ട് വരുവാണ് കേട്ടോ. അതതിൽ സ്ഥാപിക്കാൻ വേണ്ടി എത്രയോ കരുതലോടെ സൂക്ഷ്മതയോടെ അവരത് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെരിഞ്ഞും മറിഞ്ഞും ഒലഞ്ഞും ഒക്കെ കൊടിമരം മാറുമ്പോഴും അത് കൈവിടാതെ ഭക്തജനങ്ങൾ അത് ഉയർത്തി പുണ്യാളൻ്റെ പെരുന്നാളിന് വേണ്ടി പ്രാർത്ഥനയോടെ അത് ഉയർത്തുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒന്നാമത്തെ കൊടിമരം നമ്മളിവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. ശക്തമായ മഴയിലും പുണ്യാളൻ്റെ കൊടിമരം കൈവിടാതെ പുണ്യാളൻ്റെ പെരുന്നാളിന് കൊടിയേറ്റുവാൻ വേണ്ടി നമ്മുടെ പുതുപ്പള്ളിക്കാർ ഒത്തൊരുമിച്ച് ഈ കൊടിമരം എടുത്തുയർത്തുന്ന അതിമനോഹരമായ കാഴ്ചയാണ് സുഹൃത്തുക്കളെ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കൊടിമരവും അങ്ങനെ നമ്മൾ ഉയർത്തി സ്ഥാപിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ.
വേനൽ ചൂടിനറിയൊരുക്കി പുതുപ്പള്ളിക്ക് കുളിർമഴയേകി പുതുപ്പള്ളി പുണ്യാളൻ്റെ പെരുന്നാളിന് കൊടിയേറ്റ് നടന്നിരിക്കുകയാണ്. ഹലോ ഗൈസ്, നമ്മളങ്ങനെ പെരുന്നാളിൻ്റെ കൊടിയേറ്റം പരിപാടിയൊക്കെ കണ്ട് തിരിച്ച് വീട്ടിൽ വന്നിരിക്കുക കേട്ടോ. അവിടെ ചവിട്ടറ എടുക്കാഞ്ഞത് ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ, അതിൻ്റെ ഒരു ചമ്മലും പരിപാടിയൊക്കെ ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ബഹളം, ഒന്നും കേൾക്കാൻ പറ്റില്ലായിരുന്നു. അത്രയ്ക്ക് മഴയും ഇടിയും അതിനിടയ്ക്ക് ഇതിനൊക്കെ ഇടയ്ക്ക് നിന്ന് ഇങ്ങനെ പരിപാടി ചെയ്യാനായിട്ടാ. പിന്നെ ആകെ ഉള്ള ഈ ഒരു ഫോണാണ്, ഇതിനകത്ത് എങ്ങനെ വെള്ളം കയറി പോയി കഴിഞ്ഞാൽ അതും പണിയാവും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് ഔട്ടർ എടുക്കാതെ ഇവിടെ വന്നിട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. ടാറ്റ, ബൈ ബൈ, ഓക്കെ, ബൈ.